പ്രൈസ് ദ ലോർഡ്. ഒരിക്കൽ ഒരു ശബ്ബത്തിൽ യേശു ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു ശബ്ബത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ട് പുരുഷാരത്തോട്, വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിക്കൊള്ളുവിൻ, ശബ്ബത്തിൽ അരുത് എന്ന് പറഞ്ഞു. കർത്താവ് അവനോട്, കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഓരോരുത്തൻ ശബ്ബത്തിൽ തൻ്റെ കാളയെയോ കഴുതയെയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളെ ശബ്ബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്നുത്തരം പറഞ്ഞു. അവൻ ഇത് പറഞ്ഞപ്പോൾ അവൻ്റെ വിരോധികളെല്ലാവരും നാണിച്ചു. അവനാൽ നടക്കുന്ന സകല അത്ഭുതങ്ങളും കണ്ട് പുരുഷാരമൊക്കെയും സന്തോഷിച്ചു. വിശുദ്ധ ബൈബിളിൽ മർക്കോസ് 2-ാം അധ്യായം 27 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ, പിന്നെ അവൻ അവരോട്, മനുഷ്യൻ ശബ്ബത്ത് നിമിത്തമല്ല, ശബ്ബത്ത് മനുഷ്യൻ നിമിത്തമത്രേ ഉണ്ടായത്. അങ്ങനെ മനുഷ്യപുത്രൻ ശബ്ബത്തിനും കർത്താവാകുന്നു എന്ന് പറഞ്ഞു എന്നെഴുതിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ യേശുവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഉണ്ടായിരിക്കുന്നതായ സകല രോഗബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ പൂർണ്ണമായി വിടുവിച്ച് ഞങ്ങൾക്ക് ആശ്വാസം നൽകിത്തരണേ എന്നൊന്നു പ്രാർത്ഥിക്കാമോ? തീർച്ചയായും യേശു കർത്താവ് സഹായിച്ച് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. സ്വർഗീയ സന്തോഷം കൊണ്ട് യേശു കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ, ഗോഡ് ബ്ലസ് യു.